നമസ്കാരം. ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്, യൂണിറ്റ് 12. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ കാർബോക്സിലിക് ആസിഡിൻ്റെ നെയിമിംഗ് വരെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. അതിൻ്റെ എക്സാമ്പിൾസൊക്കെ നിങ്ങൾ ചെയ്ത് പഠിച്ചു കാണും എന്ന് കരുതുന്നു. ഇന്ന് കാർബോക്സിലിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് ഈസ് preparation of carboxylic acid from alcohol and aldehyde. ഇത് ആൽക്കഹോളിൻ്റെ ഓക്സിഡേഷൻ റിയാക്ഷനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി ആൽക്കഹോൾ ഓൺ ഓക്സിഡേഷൻ ഗീവ്സ് കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ്. ഇവിടെ ഉപയോഗിച്ച ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് എന്തൊക്കെയായിരുന്നു? അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ആൽക്കലൈൻ KMnO4, concentrated nitric acid, etc. So, primary alcohol identify ചെയ്യുന്നത് CH2OH functional group ആണ്. So, the CH2OH get oxidized to COOH. അങ്ങനെയാണെങ്കിൽ identify the product when propanol is treated with alkaline KMnO4, propanoic acid. Okay. ഇത് കൂടാതെ ക്രോമിയം ഓക്സൈഡ് ഇൻ അസിഡിക് മീഡിയം ഈസ് ഓൾസോ യൂസ്ഡ് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ദിസ് റിയേജൻറ്റ് ഈസ് നോൺ ആസ് ജോൺസ് റിയേജൻറ്റ്. ഇക്വേഷൻ നോക്കാം. വെൻ ഹെക്സനാൽ ഈസ് ട്രീറ്റഡ് വിത്ത് ജോൺസ് റിയേജൻറ്റ് ദ പ്രോഡക്റ്റ് ഈസ് ഹെക്സനോയിക് ആസിഡ്. അതേപോലെ ആൽഡിഹൈഡിൻ്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ആൽഡിഹൈഡ് ഓൺ ഓക്സിഡേഷൻ there we used strong oxidizing agent as well as mild oxidizing agent. The product is carboxylic acid. ആ പോർഷൻസ് ഒന്നുകൂടെ വായിച്ച് നോക്കുക. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ആരോമാറ്റിക് ആസിഡ് ഓർ ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ് കിട്ടാൻ ഹൈഡ്രോ കാർബൺ ആയ ടൊളുവീൻ ഓർ ആൽക്കൈൽ ബെൻസീൻ ആണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കേണ്ടത്. When an alkyl benzene is oxidizing agent like alkaline potassium permanganate or chromic acid, benzoic acid is the product. ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ടൊളുവീൻ ഈസ് ട്രീറ്റഡ് വിത്ത് ഓക്സിഡൈസിങ് ഏജൻറ്റ്, ദ പ്രോഡക്റ്റ് ഈസ് ബെൻസോയിക് ആസിഡ്. സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് ഈഥൈൽ ബെൻസീൻ ആണ്. അവിടെയും കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റ് എന്ത് തന്നെയാണ്? ബെൻസോയിക് ആസിഡ്. സോ ദ സൈഡ് ചെയിൻ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ത് തന്നെ ആയാലും ദ ഫസ്റ്റ് കാർബൺ കാർബൺ ബോണ്ട് ആൽക്കൈൽ ഗ്രൂപ്പിലെ കാർബൺ കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പ്രോഡക്റ്റ് ബെൻസോയിക് ആസിഡ് ആയിരിക്കും. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് ഫ്രം ആൽക്കൈൽ നൈട്രിൽ. എന്താ ആൽക്കൈൽ നൈട്രിൽ? ആൽക്കൈൽ സയനൈഡിൻ്റെ IUPAC നെയിം. ഇവിടെ നോക്കാം. CH3 C triple bond N, methyl cyanide or ethane nitrate. When an alkyl cyanide is hydrolyzed in presence of catalyst like H plus or OH minus, that is acid hydrolysis or alkaline hydrolysis, അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് കാർബോക്സിലിക് ആസിഡ്. ഇവിടെ CH3CN when treated with dilute hydrochloric acid, the product is CH3COOH. ഇവിടെ ഹൈഡ്രോളിസ് നടക്കുന്ന രണ്ട് സ്റ്റെപ്പായിട്ടാണ്. C ട്രിപ്പിൾ ബോണ്ട് Nന് എക്രോസ് ആയിട്ട് വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്താൽ ആദ്യം നമുക്ക് കിട്ടുന്നത് അമൈഡാണ്.
മൈൽഡ് റിയാക്ഷൻ കണ്ടീഷൻ ആണ് എങ്കിൽ അവിടെ പാർഷ്യൽ ഹൈഡ്രോളിസിസ് നടന്ന് അമൈഡ് പ്രോഡക്റ്റാക്കി എടുക്കാൻ പറ്റും. അതേസമയം വീണ്ടും ഹൈഡ്രോളൈസ് ചെയ്താൽ കാർബൺ നൈട്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ദ ഫൈനൽ പ്രോഡക്റ്റ് ഈസ് കാർബോക്സിലിക് ആസിഡ്. ഈ റിയാക്ഷൻ്റെ പ്രത്യേകത, ആൽക്കൈൽ ഹാലൈഡ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ഹാലജൻ ഗ്രൂപ്പ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ cyanide using potassium cyanide. So, methyl chloride can be converted to methyl cyanide. This methyl cyanide on hydrolysis, the product is ethanoic acid. ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ലോവർ ആൽക്കൈൽ ക്ലോറൈഡ് ഓർ ആൽക്കൈൽ ഹാലൈഡ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഹയർ കാർബോക്സിലിക് ആസിഡ് അസെൻഡിങ് ദ സീരീസ്. കാർബൺ നമ്പർ 1 ഇൻക്രീസ് ചെയ്യണമെങ്കിൽ സയനൈഡ് ഗ്രൂപ്പ് കൊണ്ടുവരിക, പിന്നീട് ഹൈഡ്രോളൈസ് ചെയ്യുക. പ്രോഡക്റ്റ് ഈസ് കാർബോക്സിലിക് ആസിഡ് കണ്ടെയ്നിങ് 1 കാർബൺ മോർ ദാൻ ദി ആൽക്കൈൽ ഹാലൈഡ്. അങ്ങനെയാണെങ്കിൽ ഈ കൺവേർഷൻ ഒന്ന് ചെയ്യൂ. കൺവേർട്ട് ഈഥൈൽ ബ്രോമൈഡ് ടു പ്രൊപ്പനോയിക് ആസിഡ്. ഐഡൻറ്റിഫൈ പ്രോഡക്ട്സ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഫിനൈൽ cyanide or benzonitrile is hydrolyzed using dilute hydrochloric acid. The product is, first, phenyl cyanide undergo partial hydrolysis gives benzamide. On complete hydrolysis, the product is benzoic acid. അതേപോലെ തന്നെ ആൽക്കൈൽ ഹാലൈഡിൽ നിന്നും ഹയർ കാർബോക്സിലിക് ആസിഡ് കിട്ടാൻ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. അതായത് ആൽക്കൈൽ ഹാലൈഡിനെ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആക്കി മാറ്റുക. ഇത് നമ്മൾ ഫസ്റ്റ് ഓർഗാനിക് ചാപ്റ്ററിൽ പഠിച്ചതായിരുന്നു. ആൽക്കൈൽ ഹാലൈഡ് വെൻ ട്രീറ്റഡ് വിത്ത് മാഗ്നീഷ്യം ഇൻ ഡ്രൈ ഈതർ മീഡിയം, ആൽക്കൈൽ മാഗ്നീഷ്യം ഹാലൈഡ് ഓർ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ഈസ് ഫോംഡ്. വെൻ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് കാർബൺ ഡയോക്സൈഡ്, ഇറ്റ് അണ്ടർഗോസ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. കാർബൺ ഡയോക്സൈഡ് സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ഉള്ളതാണല്ലോ. അവിടെ സി ഡബിൾ ബോണ്ടോയിലെ പൈ ഇലക്ട്രോൺ ഷിഫ്റ്റഡ് ടുവേഴ്സ് ഓക്സിജൻ ആറ്റം. ഓക്സിജൻ്റെ അടുത്തേക്ക് Mg(Br)ഉം കാർബണിൽ ആൽക്കൈൽ ഗ്രൂപ്പും കണക്റ്റഡ് ആകുന്നു. ഈ ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ we will get carboxylic acid containing 1 carbon more than the alkyl halide. ഈ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. CH3Br, ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് മാഗ്നീഷ്യം ഈതർ മീഡിയം. പ്രോഡക്റ്റ് എ ആണ്. ദെൻ ദ പ്രോഡക്റ്റ് എ ഈസ് ട്രീറ്റഡ് വിത്ത് കാർബൺ ഡയോക്സൈഡ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. പ്രോഡക്റ്റ് ബി ഈസ് ഫോംഡ്. ഐഡൻറ്റിഫൈ എ ആൻഡ് ബി. ഈ റിയാക്ഷൻ്റെ ആൻസർ സ്വയം കണ്ടെത്തുക. നെക്സ്റ്റ്, റിയാക്ഷൻസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡിന് പ്രധാനമായും 2 ടൈപ്പ് റിയാക്ഷൻസ് ആണ്. അതായത് കാർബൺ ഓക്സിജൻ ബോണ്ട് ക്ലീവേജ്. കാർബോക്സിലിക് ആസിഡിൻ്റെ OH ബോണ്ടിലെ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ക്ലീവേജും. ഫസ്റ്റ്, റിയാക്ഷൻസ് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഷോയിങ് ദ ക്ലീവേജ് ഓഫ് OH ബോണ്ട്. ഇത് ഹൈഡ്രജൻ മാത്രം ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ RCOOH ഈസ് കൺവേർട്ടഡ് ടു RCOO മൈനസ് പ്ലസ് H പ്ലസ്. So, carboxylic acid acts as a proton donor. Proton donor means it shows strong acidic character. അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. When a carboxylic acid is treated with metallic sodium, നമുക്ക് സോഡിയം കാർബോക്സിലേറ്റ് അയോണും ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നു. അതേപോലെ കാർബോക്സിലിക് ആസിഡ് readily react with strong alkali like sodium hydroxide. Here the reaction is neutralization. Sodium salt of carboxylic acid and water are the products. അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിക്കുക. When carboxylic acid is treated with sodium bicarbonate, ഒരു ബൈകാർബണേറ്റ് സാൾട്ടിൽ ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡും വാട്ടർ മോളിക്യൂളും then carbon dioxide is also liberating. ഈ റിയാക്ഷൻ്റെ പ്രത്യേകത, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ടെസ്റ്റ് ഫോർ കാർബോക്സിലിക് ആസിഡ്. തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ COOH ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയേജൻ്റ് ആണ് സോഡിയം ബൈകാർബണേറ്റ്.
This is known as sodium bicarbonate test for carboxylic acid. When a carboxylic acid is treated with sodium bicarbonate, brisk effervescence is seen due to the liberation of carbon dioxide. The strength of carboxylic acid is weaker than mineral acid like sulfuric acid or hydrochloric acid, but stronger than alcohol. Compare the pKa value of alcohol, water, carboxylic acid and HCl. അതേപോലെ presence of electron withdrawing or electron donating groups change the acid strength of carboxylic acid. ഇവിടെ എക്സാമ്പിൾ നോക്കുക. കമ്പയർ ദി ആസിഡ് സ്ട്രെങ്ത് ഓഫ് ഹാലോ അസറ്റിക് ആസിഡ്. ഹാലജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ, they are electronegative and electron withdrawing group or -I effect group. This increases the acid strength. The order is fluoroacetic acid is stronger than, chloroacetic acid stronger than, bromoacetic acid stronger than, iodoacetic acid. Then compare the acid strength of formic acid and acetic acid. ഇത് മെത്തനോയിക് ആസിഡും എത്തനോയിക് ആസിഡും എടുത്താൽ മെത്തനോയിക് ആസിഡ് ഈസ് സ്ട്രോങ്ങർ ദാൻ എത്തനോയിക് ആസിഡ്. അവിടെ Ka വാല്യൂ ഓഫ് മെത്തനോയിക് ആസിഡ് എത്തനോയിക് ആസിഡിനേക്കാളും കൂടുതൽ ആണ്. കാരണം CH3 group is electron donating group or +I effect group. Due to the +I effect of CH3 group, electron density around the carbonyl carbon increases, which induce negative polarity to the oxygen atom. Electron density around the oxygen increases, proton releasing tendency decreases. So acetic acid is weaker than formic acid. ഈ എക്സാമ്പിൾസ് ഒന്ന് ശ്രദ്ധിക്കുക. ബെൻസോയിക് ആസിഡിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയ CH3 ഗ്രൂപ്പും ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പായ NO2 ഗ്രൂപ്പും വന്നിട്ടുണ്ട്. സോ കമ്പയർ ദെയർ Ka ആൻഡ് pKa വാല്യൂ. ആസ് Ka വാല്യൂ ഇൻക്രീസസ്, ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസസ്. ഇവിടെ NO2 ഗ്രൂപ്പ് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ആയതുകൊണ്ട് 4-nitro-benzoic acid is stronger than benzoic acid. Methoxy group or methyl group is electron donating group. Methoxy ഗ്രൂപ്പിൽ +R എഫക്റ്റ് കൂടെയുണ്ട്. Methoxy benzoic acid is weaker than benzoic acid. Next, reactions of carboxylic acid involving the cleavage of carbon-oxygen bond of COH group. The first reaction is reaction with a dehydrating agent like P2O5, phosphorus pentoxide. Question ശ്രദ്ധിക്കുക. When ethanoic acid is heated with P2O5, one water molecule eliminate, the product is ethanoic anhydride. Ethanoic anhydride is a very useful acid derivative. Identify product when benzoic acid is heated with P2O5. The answer എന്തായിരിക്കും? The product is benzoic anhydride. ഈ ഡീഹൈഡ്രേഷൻ റിയാക്ഷന് P2O5 പകരം നമുക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റായി ഉപയോഗിക്കാം. അടുത്ത റിയാക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷനാണ്. നോക്കാം. CH3COOH. It is treated with PCl5. എന്താണ് PCl5ൻ്റെ റോള്? PCl5, SOCl2, PCl3 ഒക്കെ നമ്മൾ ഫസ്റ്റ് ഓർഗാനിക് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാർബണിൽ OH ഗ്രൂപ്പ് കണക്റ്റഡ് ആയാൽ ദിസ് OH ഗ്രൂപ്പ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ഹാലജൻ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. ഇവിടെയും കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിൽ കാർബണൈൽ കാർബൺ ഈസ് കണക്റ്റഡ് വിത്ത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഇവിടെ കാർബൺ ഓക്സിജൻ ബോണ്ട് ക്ലീവേജ് നടന്ന് OH ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ കറസ്പോണ്ടിങ് ഹാലജൻ. So identify product in this reaction. When acetic acid is treated with PCl5, the product is CH3COCl. This is an important acid derivative. It is known as acid chloride or acyl chloride.
ഇതിൻ്റെ കറക്റ്റ് IUPAC നെയിം എത്തനോയിൽ ക്ലോറൈഡ്. എത്തനോയിക് ആസിഡ് IC ആസിഡ്, ആ സെക്കൻഡറി സഫിക്സ് ആയ ഇക് ആസിഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ YL ക്ലോറൈഡ്. സോ ദ നെയിം എത്തനോയിൽ ക്ലോറൈഡ്. അങ്ങനെയാണെങ്കിൽ ഐഡൻറ്റിഫൈ പ്രോഡക്റ്റ് വെൻ ബെൻസോയിക് ആസിഡ് ഈസ് ട്രീറ്റഡ് വിത്ത് SOCl2. പ്രോഡക്റ്റ് മനസ്സിലായോ? ദ പ്രോഡക്റ്റ് ഈസ് ബെൻസോയിൽ ക്ലോറൈഡ്. നെക്സ്റ്റ്, റിയാക്ഷൻ വിത്ത് അമോണിയ. വെൻ അസറ്റിക് ആസിഡ് ഓർ എത്തനോയിക് ആസിഡ് ഈസ് ഹീറ്റഡ് വിത്ത് അമോണിയ. ഇവിടെ അമോണിയ ഒരു ബേസാണ്. കാർബോക്സിലിക് ആസിഡ് സ്ട്രോങ് അസിഡിക് നേച്ചറാണ്. സോ ദേ അണ്ടർഗോ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഗിവിംഗ് ammonium salt. This ammonium salt on heating spontaneously eliminate one water molecule. The product is amide. The reaction ശ്രദ്ധിക്കൂ. When ethanoic acid is heated with ammonia, the product is ethanamide. ഇവിടെ carboxylic acid can be converted to anhydride, acid amide and acid chloride. These are the important acid derivatives. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ആസിഡ് ഡെറിവേറ്റീവ് ആണ് എസ്റ്റർ. അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. വെൻ എ കാർബോക്സിലിക് ആസിഡ് ഈസ് ഹീറ്റഡ് വിത്ത് ആൽക്കഹോൾ ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, എസ്റ്റർ ഈസ് ഫോംഡ്. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് എസ്റ്ററിഫിക്കേഷൻ. ഈ റിയാക്ഷൻ ശ്രദ്ധിക്കൂ. വെൻ എത്തനോയിക് ആസിഡ് ഓർ അസറ്റിക് ആസിഡ് ഈസ് boiled with methanol in presence of dehydrating agent concentrated sulfuric acid, the product is methyl acetate or methyl ethanoate. Formation of ester can be easily identified by pleasant fruity smell. This reaction is known as esterification reaction. ഇവിടെ ശ്രദ്ധിക്കാനുള്ള പോയിന്റ്, ഈ ആസിഡ് ഡെറിവേറ്റീവ്സ് ഒക്കെ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് ബോണ്ടാണ് ക്ലീവേജ് നടക്കുന്ന? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പ് കണക്റ്റഡ് ടു ദി കാർബണൈൽ കാർബൺ, അതാണ് റീപ്ലേസ് ചെയ്യപ്പെടുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ഹിയർ താലിക് ആസിഡ് ഈസ് ഹീറ്റഡ് വിത്ത് അമോണിയ. എന്തായിരിക്കാം പ്രോഡക്റ്റ്? ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് 2 കാർബോക്സിൽ ഗ്രൂപ്പാണ് അഡ്ജസൻറ്റ് പൊസിഷനിൽ. സോ ആ 2 കാർബോക്സിൽ ഗ്രൂപ്പും അമോണിയായിട്ട് റിയാക്ട് ചെയ്ത് ഒരു സൈക്ലിക് ഇമൈഡ് കിട്ടും. ദ പ്രോഡക്റ്റ് ഈസ് താലിമൈഡ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു പ്രധാന പോയിന്റ്, ഈ ആസിഡ് ഡെറിവേറ്റീവ്സ് ഒക്കെ തന്നെ, അതായത് ആസിഡ് അൺഹൈഡ്രേറ്റ്, ആസിഡ് ക്ലോറൈഡ്, ആസിഡ് അമൈഡ് ഓർ എസ്റ്റർ, ഓൺ ഹൈഡ്രോളിസിസ് വി വിൽ ഗെറ്റ് ദ പേരന്റ് കാർബോക്സിലിക് ആസിഡ്. സോ കാർബോക്സിലിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനിൽ ആസിഡ് ഡെറിവേറ്റീവ്സിൻ്റെ ഹൈഡ്രോളിസിസും നമുക്ക് പഠിക്കാം. അതായത് ഒരു ആസിഡ് ഡെറിവേറ്റീവ് തന്നു കഴിഞ്ഞാൽ അതിനെ ഹൈഡ്രോലൈസ് ചെയ്ത് ഡൈല്യൂട്ട് മിനറൽ ആസിഡിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോലൈസ് ചെയ്താൽ പേരന്റ് കാർബോക്സിലിക് ആസിഡ് കിട്ടും. നെക്സ്റ്റ്, റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ദ COOH ഗ്രൂപ്പ്. ഫസ്റ്റ് വൺ ഈസ് റിഡക്ഷൻ. Carboxylic acid reducing agents like hydrogen in presence of catalyst platinum or palladium or nickel. സാധാരണ ഹൈഡ്രോജനേഷൻ റിയാക്ഷന് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് ഇത്. ഈ കാറ്റലിസ്റ്റിൻ്റെ റോൾ എന്താണ്? കാർബൺ കാർബൺ ഓർ കാർബൺ ഓക്സിജൻ പൈ ബോണ്ടിന് എക്രോസ് ആയിട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്ത് ഒരു സാച്ചുറേറ്റഡ് പ്രോഡക്റ്റ് കിട്ടും. ഹിയർ ശ്രദ്ധിക്കൂ, CH3COOH. When reduced with hydrogen in presence of platinum, the product is CH3CH2OH. That is, carboxylic acid get reduced primary alcohol. അതേപോലെ ഉപയോഗിക്കുന്ന മറ്റ് റെഡ്യൂസിങ് ഏജൻസ് ആണ് ലിത്തിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ഓർ സോഡിയം ബോറോ ഹൈഡ്രേറ്റ്. ഈ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക. CH2 ഡബിൾ ബോണ്ട് CHCOOH, പ്രൊപ്പീനോയിക് ആസിഡ്. ഇതിനെ ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നടത്താൻ ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രോഡക്റ്റ് പ്രൊപ്പനോൾ ആയിരിക്കും. പ്രൊപ്പാൻ 1-ol ഈസ് ദ പ്രോഡക്റ്റ്. അതേസമയം ലിത്തിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ഓർ സോഡിയം ബോറോ ഹൈഡ്രേറ്റ് ആണ് എങ്കിൽ ദ പ്രോഡക്റ്റ് ഈസ് പ്രൊപ്പ് 2-in-1-ol ആണ്. ഇവിടെ വ്യത്യാസം മനസ്സിലായോ?
അതായത് സി ഡബിൾ ബോണ്ട് ഒ ഗ്രൂപ്പിനെ ഹൈഡ്രോജനേറ്റ് ചെയ്യാൻ സോഡിയം ബോറോഹൈഡ്രേറ്റിന് കഴിഞ്ഞു. അതേസമയം സി ഡബിൾ ബോണ്ട് സി ഗ്രൂപ്പ് റിമെയിൻ ആസ് സച്ച്. Second reaction is decarboxylation, that is removal of carboxyl group. The reagent is soda lime. What is soda lime? Mixture of sodium hydroxide and calcium oxide. When a carboxylic acid is heated with soda lime, the product is hydrocarbon. ഈ റിയാക്ഷൻ്റെ പ്രത്യേകത കാർബോക്സിൽ ഗ്രൂപ്പ് ഓർ CO2 റിമൂവ് ചെയ്ത് ഒരു ലോവർ ആൽക്കെയിൻ ആണ് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന ആൽക്കെയിൻ എടുത്തിരിക്കുന്ന കാർബോക്സിലിക് ആസിഡിനേക്കാളും ഒരു കാർബൺ കുറവായിരിക്കും. സോ ദിസ് റിയാക്ഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിസെൻഡിങ് ദ സീരീസ്. എത്തനോയിക് ആസിഡിനെ മെത്തനോയിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഈ റൂട്ടിൽ കൂടെ നമുക്ക് പോകാം. അതേപോലെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ച കോൾസ് ഇലക്ട്രോളിസിസ് ഒന്ന് ഓർത്തു നോക്കുക. അവിടെയും ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ്. ഡ്യൂറിങ് കോൾസ് ഇലക്ട്രോളിസിസ് വി വിൽ ഗെറ്റ് ഹൈഡ്രോകാർബൺ. ഇക്വേഷൻ ശ്രദ്ധിക്കുക. CH3COOK ഓൺ ഇലക്ട്രോളിസിസ് ദ പ്രോഡക്റ്റ് ഈസ് ഈഥേൻ. അതേപോലെ പ്രൊപ്പനോയിക് ആസിഡ് ഓൺ ഇലക്ട്രോളിസിസ് ദ പ്രോഡക്റ്റ് ഈസ് ബ്യൂട്ടേൻ. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന കാർബോക്സിലിക് ആസിഡിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പ് റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ, ദാറ്റ് ഈസ് എ റിയാക്ഷൻ ഷോൺ ബൈ കാർബോക്സിലിക് ആസിഡ് കണ്ടെയ്നിങ് ആൽഫ ഹൈഡ്രജൻ. ഹിയർ ആൽഫ ഹൈഡ്രജൻ ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഹാലജൻ. അതിന് ഉപയോഗിക്കേണ്ട റിയേജൻറ്റ് ക്ലോറിൻ ഓർ ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ആണ്. ഇവിടെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. വെൻ അസറ്റിക് ആസിഡ് ഓർ എത്തനോയിക് ആസിഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്, ആൽഫ ഹൈഡ്രജൻ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ ക്ലോറിൻ. സോ ദ പ്രോഡക്റ്റ് ഈസ് ക്ലോറോ എത്തനോയിക് ആസിഡ്. This reaction is known as Hell-Volhard-Zelensky reaction or HVZ reaction. ഈ റിയാക്ഷൻ്റെ ഇമ്പോർട്ടൻസ്, വി ക്യാൻ പ്രിപ്പയർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബോക്സിലിക് ആസിഡ് ത്രൂ HVZ റിയാക്ഷൻ. എക്സാമ്പിൾ, കൺവേർട്ട് പ്രൊപ്പനോയിക് ആസിഡ് ടു ലാക്റ്റിക് ആസിഡ്. എന്താണ് ലാക്റ്റിക് ആസിഡ്? 2-hydroxy propanoic acid. ഇതിൻ്റെ ഇക്വേഷൻ ശ്രദ്ധിക്കൂ. When propanoic acid is treated with chlorine and red phosphorus, 2-chloropropanoic acid is formed. Carbon-chlorine bond can be substituted. ആ ക്ലോറിൻ നമുക്ക് റീപ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ബൈ OH ഗ്രൂപ്പ്. കാർബൺ ക്ലോറിനിലെ ക്ലോറിൻ റീപ്ലേസ് ചെയ്ത് OH കൊണ്ടുവരാനുള്ള റിയേജൻ്റ് ഏതാ? അക്വസ് ആൽക്കലി. So this 2-chloropropanoic acid is treated with aqueous KOH or NaOH. The product is 2-hydroxy propanoic acid or lactic acid. Next, electrophilic substitution. ഇവിടെ കാർബോക്സിൽ ഗ്രൂപ്പ് ഈസ് മെറ്റാ-ഡയറക്റ്റിംഗ് ഓർ റിംഗ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഡ്യൂ ടു -R എഫക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. When benzoic acid is heated with a nitrate mixture, a mixture of concentrated nitric acid and sulfuric acid, എന്തായിരിക്കാം പ്രോഡക്റ്റ്? മെറ്റാ നൈട്രോ ബെൻസോയിക് ആസിഡ് ഓർ 4-nitro benzoic acid. അതേപോലെ ക്ലോറിനേഷൻ നടത്തിയാൽ പ്രോഡക്റ്റ് 3-chloro benzoic acid. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ബെൻസോയിക് ആസിഡിൽ ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ ഓർ അസൈലേഷൻ റിയാക്ഷൻ നടത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ബീയിങ് എ ലൂയിസ് ആസിഡ് ദാറ്റ് റെഡിലി ഫോം ബോണ്ട് വിത്ത് കാർബോക്സിൽ ഗ്രൂപ്പ്. നെക്സ്റ്റ്, യൂസസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. മെത്തനോയിക് ആസിഡ് ഓർ ഫോമിക് ആസിഡ് ഈസ് യൂസ്ഡ് ഇൻ റബ്ബർ, ടെക്സ്റ്റൈൽ, ഡൈയിങ്, leathering and electroplating industries. Acetic acid is used as solvent as well as food preservative. വിനീഗർ എന്ന പേരിൽ അറിയപ്പെടുന്നത് 6% സൊല്യൂഷൻ ഓഫ് അസിറ്റിക് ആസിഡ് ആണ്. അതേപോലെ
ബെൻസോയിക് ആസിഡിൻ്റെ സോൾട്ട് സോഡിയം ബെൻസോയേറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് ഫുഡ് പ്രിസർവേറ്റീവ്. Adipic acid or hexane dioic acid is used for the synthesis of nylon 6,6, a polyamide. Higher fatty acids are used for the manufacture of soaps and detergents. ഇതോടെ ഈ യൂണിറ്റ് ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യൻസും എക്സസൈസ് ക്വസ്റ്റ്യൻസും നന്നായിട്ട് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.